ഇന്ന് നമുക്ക് ആപ്പിൾ പേട ചെയ്യാം. ഇതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ ടൗൺഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്കിനി നല്ല പോലെ ഒന്ന് കുറുക്കി എടുക്കണം. ഏകദേശം ഒരു 30-35 മിനിറ്റ് ആണ് ഇതിനൊരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പാല് തിളയ്ക്കുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പാല് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. തിളച്ച് ഞാൻ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അരികുവശമെല്ലാം നമ്മൾ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ പിടിക്കും. ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അല്പം കൂടെ ഒന്ന് കുറുകണം. എന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം കുറച്ചുകൂടെ സിം ചെയ്ത് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒന്ന് എല്ലാവരും അടർന്ന് വരുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് അല്പം ഒന്ന് ലൂസാവും. പിന്നെ അത് തനിയെ കുറുകി വന്നോളും. അതൊന്ന് ലൂസായി വന്നു. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വന്നോളും. ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട് എല്ലാ വശവും ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. ഓഫാക്കിയ ശേഷം ഏകദേശം ഒരു മിനിറ്റോളം പാനിൽ തന്നെ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാണിപ്പോൾ. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വേറൊരു ബൗളിലേക്ക് ഇടാം. ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അല്പം ഒന്ന് തണുക്കട്ടെ. അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിലേക്ക് അല്പം നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കത് ഉരുട്ടി എടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് ഉരുട്ടി എടുക്കണം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം ഉരുളകളാക്കി എടുക്കാം. മുഴുവനും ഉരുളകളാക്കി മാറ്റാം. ഇതിലേക്ക് ആവശ്യമായ കളറ്, അതിനായിട്ട് ഒരു ഡ്രോപ്പ് റെഡ് ജെൽ കളറാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളിലേക്ക് ഈ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നെട്ടായിട്ട് ഒരു ഗ്രാമ്പു വെച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. നമ്മുടെ ആപ്പിൾ പേട തയ്യാറായി.